ആമസോൺ വനം എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാം. ഇന്നും അതിശയങ്ങളും നിഗൂഢതകളും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു വനമാണ് ആമസോൺ വനം. ഏകദേശം 6.7 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ചുറ്റപ്പെട്ട് ആമസോൺ വനത്തിൽ ഏകദേശം 16,000 തരത്തിലുള്ള വൃക്ഷങ്ങളും 427 തരത്തിലുള്ള സസ്തനികളും 1,300 തരത്തിലുള്ള പക്ഷികളും 378 തരത്തിലുള്ള ഇഴജന്തുക്കളും 3,000 തരത്തിലുള്ള മീനുകളും എല്ലാം കൊണ്ടും തിങ്ങി നിറഞ്ഞതാണ് ആമസോൺ വനം. ഇന്നും ഒരു നിഗൂഢതയാണ് ആമസോൺ എന്ന് കേൾക്കുമ്പോൾ. പലതരത്തിലുള്ള വൃക്ഷങ്ങളും എല്ലാം കൊണ്ടും വളരെ ഭംഗിയേറിയ ഒരു വനമാണ് ആമസോൺ. ആമസോണിൽ കാണപ്പെടുന്ന ഒരു പൂച്ചവർഗമാണ് ജാഗ്വർ. എല്ലാവർക്കും അറിയായിരിക്കും. പൂച്ചവർഗത്തിൽ ഏറ്റവും കൂടുതലും കടിശക്തിയുള്ള ഒരു മൃഗമാണ് ജാഗ്വർ. ഏകദേശം 1,500ഓളം PSI ആണ് ഇവയുടെ കടിശക്തി. അതായത് ഒരു മുതലയുടെ തലയോട്ടി ഒറ്റക്കടിക്ക് പൊട്ടിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഇവയെ കാണാനും നല്ല ഭംഗിയാണ്. പൂച്ചവർഗത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ മൃഗമാണ് ജാഗ്വർ. ആനക്കൊണ്ട പല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ആനക്കൊണ്ടയെ. എന്നാലും അത്രയൊന്നും വലിപ്പമില്ലെങ്കിലും ഏകദേശം 30 അടിയോളം നീളമുണ്ട് ഇവയ്ക്ക്. ഒരു മുതലയെ പോലും ചുറ്റി വരിഞ്ഞ് ഭക്ഷണമാക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഇവയെ ആമസോണിൽ വെച്ച് കാണുമ്പോൾ തന്നെ നമ്മളുടെ പകുതി ജീവൻ ഇല്ലാതാകും. അത്രയ്ക്കും ഭയാനകമാണ് ഇവയുടെ വലുപ്പം. ബുള്ളറ്റ് ആൻസ് പേര് പോലെ തന്നെ ഇവരുടെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ ബുള്ളറ്റ് തറച്ചു കയറുന്ന വേദനയായിരിക്കും. മരണത്തിലേക്ക് പോയാലോ എന്ന് വരെ ആലോചിച്ചു പോകും ഇവരുടെ കടി കിട്ടിക്കഴിഞ്ഞാൽ. ഇവയെ കാണുമ്പോൾ കുറച്ച് മാറി നടക്കുന്നതായിരിക്കും നല്ലത്. ഉറുമ്പാണെന്ന് കരുതി അധികം അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വർഗമായിരിക്കും നമുക്ക് പിന്നെ കിട്ടുന്നത്. അത്രയ്ക്കും വേദനയാണ് ഇവരുടെ ഒരു കടിക്ക്. പോയിസൺ ഡാർക്ക് ഫ്രോഗ് കാണാൻ നല്ല ഭംഗിയാണെന്ന് കരുതി എടുത്ത് ഉമ്മ വെക്കാൻ പോയാൽ വിവരം അറിയും. അത്രയ്ക്കും വിഷമാണ് ഇവരുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്നത്. ആമസോണിലെ ഗോത്രവർഗത്തിൽപ്പെട്ട മനുഷ്യർ അമ്പിൽ തേക്കാൻ വേണ്ടിയിട്ട് ഇവയുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന വിഷമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഇവരുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന വിഷത്തിൻ്റെ കാഠിന്യം. അതുകൊണ്ട് ഇവയെ കാണുമ്പോഴും മാറി നടക്കുന്നതായിരിക്കും നല്ലത്. ആമസോണിൽ കാണപ്പെടുന്ന മുതലകൾ ജാഗ്വറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം. ഇവയാണ് ജാഗ്വർ ഒറ്റക്കടിക്ക് കൊന്ന് ഭക്ഷണമാക്കി വെക്കുന്നത്. എന്നാലും ഇവർ അത്ര നിസ്സാരക്കാരല്ല. ഇവ വളരെയേറെ പേടിക്കേണ്ട ഒരു മുതലവർഗം തന്നെയാണ്. അത്രയ്ക്ക് വലിയ കടിശക്തിയാണ് ഇവയ്ക്കുള്ളത്. പിങ്ക് ഡോൾഫിൻസ് കാണാൻ വളരെ ഭംഗിയാണ്. എടുത്ത് താലോലിക്കാൻ തോന്നും, അത്രയ്ക്കും ഭംഗി. ആമസോണിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഡോൾഫിനാണ് പിങ്ക് ഡോൾഫിൻ. സാധാരണ ഡോൾഫിനേക്കാളും ഭംഗിയാണ് ഇവയെ കാണാനായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആമസോണിൽ കാണപ്പെടുന്ന ഇവയും ഒരു അത്ഭുതം തന്നെയാണ് എല്ലാവരുടെയും മനസ്സിൽ. ഇലക്ട്രിക് ഈലുകൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇലക്ട്രിക് ഈലുകളെ കുറിച്ച്, ഇവരുടെ പ്രതിരോധ ശക്തിയെക്കുറിച്ചും എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളെ ഒറ്റ ഷോക്കിൽ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു മത്സ്യമാണ് ഇലക്ട്രിക് ഈലുകൾ. ആമസോണിലെ തിളച്ചു മറിയുന്ന പുഴയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പറയേണ്ട ആവശ്യമില്ല. ഇതിൽ ചാടിക്കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് കയറാനൊന്നും പറ്റില്ല, വെന്തുരുകിപ്പോവും. അത്രയ്ക്കും ശക്തിയാണ് ഇതിൻ്റെ വെള്ളത്തിന്. എന്നാൽ ഇവയെല്ലാം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യർ തന്നെ ആമസോണിനെ ഇഞ്ചിഞ്ചായി വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മനുഷ്യർ. അത് തടയണമെങ്കിൽ മനുഷ്യർ തന്നെ വിചാരിക്കണം. അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് ആമസോൺ ഒരു ഓർമ്മയായി മാത്രം മാറും. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമസോൺ എന്ന നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വനത്തിന് വേണ്ടിയിട്ട്.